യേശു ക്രിസ്തുവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് ലേഖന ഭാഗത്ത് ഒലിവ് മരത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ മുന്തിരിച്ചെടിയും ശാഖകളെയും കുറിച്ചും നാം ചിന്തിക്കുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒത്തിരി കാലത്തെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ചോദ്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടായിരിക്കാം ദൈവം എന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന അപ്പൻ്റെയും അമ്മയുടെയും മകനായി മകളായിട്ട് ജനിപ്പിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ ഇന്ന് നമുക്ക് തരുന്നുണ്ട്. കാട്ടൊലിവായ എന്നെ അവിടുന്ന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നല്ല ഒലിവ മരത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. അത് വലിയ വലിയ കാര്യങ്ങളായിരിക്കില്ല, മറിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പുഞ്ചിരിയായിട്ടായിരിക്കാം, ഒരു സ്നേഹസ്പർശമായിട്ടായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണീര് പൊടിയുമ്പോൾ അവർക്ക് താങ്ങായി തണലായിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ അയച്ചിരിക്കുന്നത്. സുവിശേഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഫലം പുറപ്പെടുവിക്കാത്തതിനെ അവിടുന്ന് വെട്ടി ഒരുക്കുന്നു. പലപ്പോഴും ഈ വെട്ടി ഒരുക്കൽ എന്ന് പറയുമ്പോൾ നാം ചിന്തിച്ചു കൂടുക എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാത്രമാണ്. ഒരിക്കലുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഉദ്ദേശിക്കുന്നത് വെട്ടി ഒരുക്കൽ എന്നതുകൊണ്ട് നാം ഓരോരുത്തരും കൃഷിക്കാരാണ്. നമ്മളെയൊക്കെ നട്ടു വളർത്തിയ ചില ചെടികൾ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നാം ഇങ്ങനെ വെട്ടി ഒരുക്കാറുണ്ട്. അതൊരിക്കലും ആ ചെടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, വിഷമം കൊണ്ടല്ല, മറിച്ച് കൂടുതൽ ഫലദായകമാക്കുവാനായിട്ട്, കൂടുതൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുവാനായിട്ട്, നന്നായിട്ട് കായ്ക്കുവാനായിട്ട് ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ക്രിസ്തുവും ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ചില കാര്യങ്ങളോട് നാം പറയുന്ന നോകളായിരിക്കാം, ചില വ്യക്തിബന്ധങ്ങളോട് നാം കാണിക്കുന്ന നോകളായിരിക്കാം, ചില വ്യക്തികളോട് നാം വേണ്ട എന്ന് പറയുന്നതായിരിക്കാം, നമ്മുടെ ചില ദുശ്ശീലങ്ങളോട് വേണ്ട എന്ന് പറയുന്നതായിരിക്കാം. ഈ വെട്ടിയൊരുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം കൂടുതൽ ഫലദായകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എന്താണോ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത് അത് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്നു എന്നതിനുള്ള തെളിവ് ഞാൻ എത്രമാത്രം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നതിനുള്ള ഉത്തരം കൂടെയാണ്. അത് ക്രിസ്തുവിനോടുള്ള ചേർന്നിരിക്കൽ മാത്രമല്ല, നാം ആയിരിക്കുന്ന കുടുംബത്തോട്, കുടുംബ ബന്ധങ്ങളോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു അത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: വചനം അത് വായിക്കുവാനായിട്ട് എളുപ്പമാണ്, കേൾക്കുവാനായിട്ട് അതും എളുപ്പമാണ്, വചനം പ്രസംഗിക്കുവാനായിട്ടും എളുപ്പമാണ്. പക്ഷേ വചനം ജീവിക്കുവാനായിട്ട് പാടാണ്. ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, തായ്തണ്ടിനോട് ചേർന്ന് ജീവിക്കുക. വചനത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നീ ഫലം ഉളവാക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വചനം കേൾക്കുന്ന വ്യക്തികൾ മാത്രമാകാതെ, വചനം വായിക്കുന്ന വ്യക്തികൾ മാത്രമാകാതെ, വചനം പ്രസംഗിക്കുന്ന വ്യക്തികൾ മാത്രമാകാതെ, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, വചനം ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.